aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അനുഭവങ്ങൾ ജീവിതത്തിൽ വിലപ്പെട്ട പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അനുഭവമുള്ളവർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കുവാനും പഠിപ്പിക്കുവാനും ഒരു നല്ല ഗുരുവാകുവാനും കഴിയുകയുള്ളൂ. യോബിന്റെ സ്നേഹിതന്മാർ പല ചോദ്യങ്ങളും യോബിനോട് ചോദിച്ചു. അവരോട് യഹോവയുടെ കയ്യെക്കുറിച്ച് യോബ് ഉപദേശിക്കുന്നു. കാരണം യഹോവയുടെ കരത്തിന്റെ ബലത്തെക്കുറിച്ച് യോബ് അനുഭവിച്ചറിഞ്ഞു. പെരുവെള്ളത്തിൽ വീണ വ്യക്തിക്ക് പെരുവെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന ദൈവീയ കരത്തിന്റെ ബലം അറിയും. ദാവീദ് ആ കരത്തിന്റെ ബലം അറിഞ്ഞവനാണ്. അതുകൊണ്ട് ദാവീദ് ഇപ്രകാരം പറഞ്ഞു: നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി എന്ന് 119 സങ്കീർത്തനം അതിന്റെ 71 വചനത്തിൽ നാം വായിക്കുന്നു. വേദനകളിൽ കൂടി കടന്നു പോകുന്നവനെ താങ്ങുന്ന കരങ്ങളുടെ ബലമേ അറിയുകയുള്ളൂ. യോബ് ഈ കരങ്ങളുടെ ശക്തി അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് ഈ കരങ്ങളെ കുറിച്ച് അനേകം തവണ യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവ ഏതാണെന്ന് ചിലത് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, നന്മ ചെയ്യുന്ന കരം. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു എന്ന് യോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10 വചനത്തിൽ നാം വായിക്കുന്നു. മറ്റൊന്ന്, പൊറുപ്പിക്കുന്ന കരം. അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു എന്ന് 5-ാം അധ്യായം 18 വചനത്തിൽ നാം വായിക്കുന്നു. മെനയുന്ന കരം. നിന്റെ കൈ എന്നെ ഉരുവാക്കി എന്നെ മുഴുവനും ചമച്ചു എന്ന് 10-ാം അധ്യായം 8-ാം വചനത്തിൽ നാം വായിക്കുന്നു. പ്രവർത്തിക്കുന്ന കരം. യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. ഇവയെല്ലാം കൊണ്ടും ഗ്രഹിക്കാത്തവൻ ആർ എന്ന് ഇയ്യോബ് 12:9 നാം വായിക്കുന്നു. സമ്പത്തിനെ നൽകുന്ന കരം. തന്റെ സമ്പത്തിനെ അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും എന്ന് ഇയ്യോബ് 20:18 നാം വായിക്കുന്നു. രക്ഷിക്കുന്ന കരം. അപ്പോൾ നിന്റെ വലം കൈ നിന്നെ രക്ഷിക്കുന്നു എന്ന് ഞാനും നിന്നെ ശ്ലാഘിച്ചു പറയും. ഇയ്യോബ് 40:14 വചനം. ഇയ്യോബിനെ ഉപദേശിക്കുവാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളുടെ ശക്തി അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഒരു സാധാരണ മനുഷ്യന്റെ കരങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിശ്ചലമാകാം. നമ്മുടെ ഹൃദയസ്പർശനം എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാം. എന്നാൽ ദൈവത്തിന്റെ കരം എപ്പോഴും ചലിക്കുന്ന കരമാണ്. ആ കരങ്ങൾ നമ്മെ മെനഞ്ഞെടുത്ത വിശുദ്ധ കരമാണ്. ആ കരങ്ങൾ ആശ്വാസം നൽകുന്ന കരമാണ്. നാം ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരുന്ന് നമ്മെ താങ്ങുന്ന കരം. ആ കരങ്ങൾ നമ്മെ രക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, രോഗങ്ങൾ സൗഖ്യമാക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, തോളിലേറ്റി നടക്കുന്നു, പുതുബലം തരുന്നു, പുതുകൃപ തരുന്നു. ഇത് കൃപായുഗം. ആ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ആ കരങ്ങൾ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മെ വലിച്ചെടുക്കാൻ മതിയായ കരങ്ങൾ. ഈ കരങ്ങളുടെ അപാരമായ ബലം അനുഭവിച്ചറിയുവാൻ ആയതിന് ചെയ്യേണ്ടത് ഒന്ന് മാത്രം: അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പിൻ എന്ന് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 6-ാം വചനത്തിൽ നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.